SS2 ഒൻപതാമത്തെ അധ്യായമായ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നതിലെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സെഷനിൽ വാണിജ്യ ബാങ്കുകൾ ഏതൊക്കെയാണെന്നും അവയെ എങ്ങനെ തരംതിരിക്കാം, അവയുടെ പ്രത്യേകതകൾ തുടങ്ങിയവ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. പ്രധാനമായി വാണിജ്യ ബാങ്കുകളുടെ ധർമ്മത്തെ മൂന്നായി തരംതിരിക്കാം. 1. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. 2. വായ്പകൾ നൽകുക. 3. മറ്റു സേവനങ്ങൾ. ഒന്നാമത്തെ ഭാഗമായ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന ഭാഗത്തെ നമുക്ക് അടുത്ത് വിശദമായി പരിചയപ്പെടാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടേബിൾ ശ്രദ്ധിക്കുക. പ്രധാനമായി ബാങ്കുകൾ നൽകുന്നത് 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് സ്വീകരിക്കുന്നത്. 1. സമ്പാദ്യ നിക്ഷേപം. 2. പ്രചലിത നിക്ഷേപം. 3. സ്ഥിര നിക്ഷേപം. 4. ആവർത്തിത നിക്ഷേപം. ഓരോ നിക്ഷേപത്തിൻ്റെയും പ്രത്യേകതകളും അവയ്ക്ക് നൽകുന്ന പലിശയും കാലയളവും എല്ലാം നമുക്ക് വിശദമായി മനസ്സിലാക്കാം. 1. സമ്പാദ്യ നിക്ഷേപം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത്. ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശ നൽകുന്നു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാം. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാൻ കഴിയുമെന്നും എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്നും ഓരോ ബാങ്കുകളും വ്യത്യസ്ത രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നിക്ഷേപത്തുകയും പിൻവലിച്ച തുകയും വിശദാംശങ്ങളും നൽകും. 2. പ്രചലിത നിക്ഷേപം. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുകയും പിൻവലിക്കുകയും ചെയ്യുന്ന വ്യവസായികളും വ്യാപാരികളുമായവർക്ക് വേണ്ടിയുള്ളതാണ് ഈ നിക്ഷേപം. ഇതിന് പലിശ നൽകുന്നതല്ല. 3. സ്ഥിര നിക്ഷേപം. ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് സ്ഥിര നിക്ഷേപം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു നിശ്ചിത കാലയളവിലേക്ക് 3 മാസം, 6 മാസം, 1 വർഷം തുടങ്ങി നിശ്ചിത കാലയളവിലേക്ക് ഇത്തരം നിക്ഷേപങ്ങൾ ഉപയോഗിക്കാം. കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ നിശ്ചിത പലിശ ലഭിക്കും. എന്നാൽ കാലാവധിക്ക് മുമ്പ് പണം പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയുകയും ചെയ്യും. 4. ആവർത്തിത നിക്ഷേപം. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ ഇതിന് നൽകുന്നുണ്ടെങ്കിലും സ്ഥിര നിക്ഷേപത്തേക്കാൾ കുറഞ്ഞ പലിശയായിരിക്കും ഇതിനുണ്ടാവുക. നിക്ഷേപത്തുക കാലാവധി തീരുന്നതിന് മുമ്പ് പിൻവലിച്ചാൽ പലിശ നിരക്ക് വീണ്ടും കുറയും. വാണിജ്യ ബാങ്കുകളുടെ രണ്ടാമത്തെ ധർമ്മമാണ് വായ്പകൾ നൽകൽ. പ്രധാനമായി 2 തരത്തിലുള്ള വായ്പകളാണ് ബാങ്കുകൾ നൽകുന്നത്. 1. പണവായ്പ. 2. ഓവർ ഡ്രാഫ്റ്റ്. എന്താണ് പണവായ്പ എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഈടുകൾ വെച്ചുകൊണ്ട് ബാങ്കുകൾ നൽകുന്ന വായ്പയാണ് പണവായ്പ. ഭൗതിക ആസ്തികളായ സ്വർണം, വസ്തുവിൻ്റെ ആധാരം, സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ശമ്പള പത്രം എന്നിവയാണ് പ്രധാനമായി ബാങ്കുകൾ സ്വീകരിക്കുന്ന ഈടുകൾ. ഈ ഈടിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന വായ്പയാണ് പണവായ്പ. ഇത് കൃഷി ആവശ്യങ്ങൾക്കും വ്യവസായ ആവശ്യങ്ങൾ, വീട് നിർമ്മിക്കാൻ, വാഹനങ്ങൾ വാങ്ങാൻ, വീട്ടുപകരണങ്ങൾ വാങ്ങാൻ, മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ തരം വായ്പയാണ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന ഓവർ ഡ്രാഫ്റ്റ്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണിത്. ബാങ്കുമായി തുടർച്ചയായ ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ബാങ്ക് ഈ സൗകര്യം നൽകുക. സാധാരണയായി പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ അവസരം നൽകുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു പട്ടിക ശ്രദ്ധിക്കുക. ബാങ്കിൻ്റെ അടിസ്ഥാന ധർമ്മങ്ങളായ നിക്ഷേപം സ്വീകരിക്കലുകൾ, വായ്പ നൽകൽ തുടങ്ങിയവയെ സംബന്ധിക്കുന്ന ഒരു പട്ടികയാണ്.
മുൻ സൂചനകളെ അടിസ്ഥാനപ്പെടുത്തി ഈ പട്ടിക പൂർത്തിയാക്കി നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. ബാങ്കുകൾ നൽകുന്ന മറ്റൊരു ധർമ്മമാണ് മറ്റു സേവനങ്ങളും സൗകര്യങ്ങളും എന്ന് നാം നേരത്തെ സൂചിപ്പിച്ചു. അവ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന്, ലോക്കർ സൗകര്യം എന്ന് പറയും. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുവകകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് ലോക്കർ. സാധാരണ സാധനങ്ങൾ സുരക്ഷിതമായി വെച്ചിട്ടുള്ള ലോക്കറിൻ്റെ ഒരു താക്കോൽ ഉടമസ്ഥനും ഒന്ന് ബാങ്കിലും സൂക്ഷിക്കും. രണ്ടുപേരും കൂടിച്ചേർന്നാൽ മാത്രമേ ലോക്കർ തുറക്കാനാവൂ. ഈ സൗകര്യത്തിന് ഒരു നിശ്ചിത തുക സർവീസ് ചാർജായി ബാങ്ക് ഈടാക്കുന്നു. രണ്ടാമത്തെ സേവനമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. പണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. മൂന്നാമത്തത് മെയിൽ ട്രാൻസ്ഫർ. ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്ന സൗകര്യമാണ് മെയിൽ ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ആധുനിക സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. നാലാമത്തത് ATM. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് ATM അഥവാ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഇന്ന് ധാരാളം ബാങ്കുകൾക്ക് ഈ സൗകര്യങ്ങളുണ്ട്. ചില ബാങ്കുകൾ ATM വഴി പണം നിക്ഷേപിക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. ഈ ATM കാർഡിൻ്റെ ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും നടക്കാൻ സാധ്യതയുണ്ട്. ATM ഉപയോഗിച്ച് കൗണ്ടറിലൂടെ പണം പിൻവലിക്കുമ്പോൾ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കൗണ്ടറിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പാക്കുക. രണ്ട്, ATM പിൻ മറ്റൊരാൾക്കും നൽകാതിരിക്കുക. പണം പിൻവലിച്ച ശേഷം രസീത് സ്വീകരിച്ച് ബാക്കി പണം ഉറപ്പാക്കുക. ഈ രസീത് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. അഞ്ചാമത്തെ, വാണിജ്യ ബാങ്ക് നൽകുന്ന മറ്റു സേവനങ്ങളിൽ അഞ്ചാമത്തെ ഘടകമാണ് ക്രെഡിറ്റ് കാർഡ്. പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡ്. അക്കൗണ്ടിൽ പണമില്ലാതെ ഇതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയും. നിശ്ചിത ദിവസത്തിനുള്ളിൽ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതിയാവും. മറ്റ് സേവനങ്ങളുടെ വിഭാഗത്തിൽ ബാങ്കുകൾ നൽകുന്ന സൗകര്യങ്ങളാണ് നിക്ഷേപകരുടെ ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ചാർജ്, വൈദ്യുതി ചാർജ് മുതലായവ അടയ്ക്കുകയും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും യാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും ഉള്ള അവസരങ്ങൾ ഒരുക്കൽ. ട്രഷറികളിൽ കൂടി മാത്രം സർക്കാർ ഇടപാടുകൾ നടത്തിയിരുന്നപ്പോൾ അത് ഇപ്പോൾ ബാങ്കുകൾ വഴിയും നടന്നു തുടങ്ങിയിരിക്കുന്നു. സർവീസിൽ നിന്നും വിരമിച്ച വ്യക്തികൾക്ക് അവരുടെ പെൻഷൻ തുക ബാങ്ക് വഴി നൽകുന്നു. ഇങ്ങനെ ആധുനിക കാലത്ത് വാണിജ്യ ബാങ്കുകൾ വലിയ സൗകര്യങ്ങളാണ് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആധുനിക കാലത്തെ ബാങ്കിംഗ് രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇലക്ട്രോണിക് ബാങ്കിംഗ് അഥവാ ബാങ്കിംഗ് എന്നറിയപ്പെടും. തൊഴിലിടങ്ങളിലും മറ്റു മേഖലകളിലും സമസ്ത മേഖലകളെയും കമ്പ്യൂട്ടർവൽക്കരണം സ്വാധീനിക്കപ്പെട്ടതോടുകൂടി ബാങ്കുകളും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി ബാങ്കിംഗ് സേവനം ഏതു ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമാക്കി. നെറ്റ് ബാങ്കിലൂടെയും ടെലിബാങ്കിങ്ങിലൂടെയും എല്ലാ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്. ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇലക്ട്രോണിക് ബാങ്കിംഗ് വഴി ലഭ്യമായിട്ടുള്ള ചില സൗകര്യങ്ങൾ: ഒന്ന്, കോർ ബാങ്കിംഗ്.
എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിംഗ്. ഇതുവഴിയാണ് ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, ടെലി ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നീ സംവിധാനങ്ങളെല്ലാം നടന്നു പോകുന്നത്. ഇതോടെ ബാങ്കിംഗ് ഇടപാടുകൾ വളരെ ലളിതമാവുകയും ബാങ്കിൽ പോകാതെ തന്നെ ബാങ്കിംഗ് ഇടപാടുകൾ സുഗമമായി നടത്താൻ സൗകര്യമൊരുക്കുകയും ചെയ്തു.